ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ആഴ്ചത്തെ സ്വർണ്ണവിലയുടെ മൂവ്മെൻറ്റുകൾ അനലൈസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർണ്ണത്തെക്കുറിച്ചും സ്വർണ്ണവിലയിലുള്ള അപ്ഡേറ്റുകളെക്കുറിച്ചുമുള്ള വീഡിയോസാണ് ഈ ചാനലിൽ നമ്മൾ പ്രധാനമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോസിൽ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. വളരെ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായ ഒരാഴ്ചയാണ് കടന്നുപോയത്. സ്വർണം റെക്കോർഡ് ഹൈ അടിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ഇടിയുന്നതും നമ്മൾ ഈ ആഴ്ച തന്നെ കാണാൻ പറ്റി. ഈ ആഴ്ച സ്റ്റാർട്ടിങ്, അതായത് തിങ്കളാഴ്ച 31-ാം തീയതി സ്റ്റാർട്ട് ചെയ്തത് 67,400 ഒരു പവന്, അതായത് 8 ഗ്രാമിന്. കേരളത്തിലെ വിലയാണ് നമ്മൾ പറയുന്നത്. പിന്നീട് 1-ാം തീയതി ആയപ്പോൾ 68,000 കടന്നു, 68,080 ക്ലോസ് ചെയ്തത്. പിന്നീട് 2-ാം തീയതി വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല, സെയിം പ്രൈസ് ആയിരുന്നു. 3-ാം തീയതി ആയപ്പോൾ ഹയസ്റ്റ് റെക്കോർഡ് പ്രൈസ് ടച്ച് ചെയ്യുന്നത് നമ്മൾ കാണാൻ പറ്റി. 68,480 ക്ലോസ് ചെയ്തതെന്ന്. അത് ആ ട്രംപ് താരിഫ് പ്രഖ്യാപിച്ച ആ ഒരു ദിവസത്തിൻ്റെ എഫക്റ്റ് ആയിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് പ്രൈസ് താഴോട്ട് വരുന്നതാണ് കണ്ടത്. ചെറിയ രീതിയിലുള്ള ഇടിവല്ല, വളരെ വലിയ ഇടിവാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം 4-ാം തീയതി നല്ല രീതിയിൽ ഇടിഞ്ഞു. ഏകദേശം 67,200 പിറ്റേ ദിവസം 4-ാം തീയതി ക്ലോസ് ചെയ്തത്. പിന്നീട് ഇന്ന് 5-ാം തീയതി വീണ്ടും ഇടിഞ്ഞ് 66,480 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ആഴ്ച തുടങ്ങിയ 67,400 നിന്ന് 1,080 പോയിൻറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്ത് 68,480 ആയിരുന്നു. പക്ഷേ അതിനുശേഷം അതിനേക്കാളും സ്പീഡിലാണ് താഴോട്ട് പോയിട്ടുള്ളത്. ഏകദേശം 2,000 രൂപയോളം ഇടിഞ്ഞ് 66,480 ഇപ്പോൾ പ്രൈസ് ഉള്ളത്. ഇനി ഈ ആഴ്ചത്തെ ടോട്ടൽ നെറ്റ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1000 രൂപയുടെ കുറവുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 900 രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ട് ഈ ആഴ്ചയിൽ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ട്രംപിൻ്റെ ആ താരിഫ് വന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ് അന്ന് അത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായത്, റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തത്. ആ താരിഫിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്വർണ്ണവില ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നതും. പക്ഷേ അത് വന്ന ശേഷം പിന്നീട് ടോപ്പിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രൈസ് നല്ല രീതിയിൽ താഴോട്ട് ഇടിഞ്ഞിട്ടുണ്ട്. മിക്കവാറും താഴെ ലെവലിൽ നിന്ന് സ്വർണ്ണം വാങ്ങിയവർ ആ ഒരു ഹൈയിൽ വിറ്റൊഴിവാക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പ്രൈസ് ഇടിഞ്ഞത്. പിന്നെ ഇടിയാനുള്ളൊരു കാരണം ഡോളർ ഇൻഡെക്സ് ചെറിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇടിയാനൊരു കാരണമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ലോകത്തുള്ള അൺസർട്ടനിറ്റി മാറിയിട്ടില്ല. ട്രേഡ് വാറിൻ്റെ ഒരു എഫക്റ്റ് എപ്പോഴും ഉണ്ടാവാം. അതുകൂടാതെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ ഒരു ടെൻഷൻസ് ഉള്ളിടത്തോളം കാലം സ്വർണ്ണവില ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻ നടക്കും. അതിൻ്റെ ഡിമാൻഡ് കൂടിയിരിക്കുകയും ചെയ്യും. കാരണം ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളിടത്തോളം കാലം തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ സംസാരിച്ച പോലെ തന്നെ സ്വർണം ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എല്ലാവരും കരുതും. അതുകൊണ്ട് തന്നെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് പണം പിൻവലിച്ച് സ്വർണ്ണത്തിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. ഈ ഒരു പ്രശ്നങ്ങൾ കഴിയുന്നവരെങ്കിലും ഈ ഒരു ഡിമാൻഡ് നിലനിൽക്കുന്നതാണ്. പിന്നെ സ്വർണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് ഓരോ ന്യൂസും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ച് വളരെ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ തുടർന്ന് വരുന്ന ന്യൂസുകൾ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റുകൾ വരുന്നത്. അത് നല്ലൊരു എഫക്റ്റ് ഗോൾഡിൻ്റെ പ്രൈസിൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. താങ്ക് യു.